നമസ്കാരം. മലയാള വർഷം 1202 നിങ്ങളുടെ സാമാന്യ ഫലമാണ് പറയാൻ പോകുന്നത്. ഈ പുതുവർഷം പിറക്കുമ്പോൾ തൽക്കാല ഗോചരസ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ കർക്കടകത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. മറ്റുള്ള ഗ്രഹങ്ങൾ അതിലും എളുപ്പത്തിൽ രാശി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയുമാണ്. മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകാർക്ക് ഈ പുതുവത്സരം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂടുകാരുടെ കാര്യമെടുത്താൽ 4-ാം ഭാവത്തിലാണ് വ്യാഴം, 5-ൽ കേതു, 12-ൽ ശനി, 11-ൽ രാഹു. രാഹു വളരെ അനുകൂലമാണ്, 11-ലാണ്. 4-ലെ വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും കേതുവും നല്ലതല്ല. അപ്പം മേടക്കൂറുകാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന സമയമാണ്. കാര്യപരാജയങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, പലവിധ ക്ലേശങ്ങൾ ഇതിന് സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിലാകാനുള്ള സാധ്യത ഉണ്ട്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് നടപ്പിലായേക്കും. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും. പുതിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ഈ പുതുവത്സരം മേടക്കൂറുകാരെ സംബന്ധിച്ച്. തൊഴിൽ മേഖലയിൽ അത്ര ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങളും ഉണ്ടാകും. സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം കാര്യപരാജയം, ധനനഷ്ടങ്ങൾ, മനപ്രയാസങ്ങൾ, പലവിധ അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകാം. സാമ്പത്തികമായി വളരെ ദോഷാത്മക സാഹചര്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അവനവൻ്റെ കർമ്മമേഖലയെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ തന്നെ വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കണം. വിദേശ രാജ്യങ്ങളിലും മറ്റും ബിസിനസ്, IT തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഒട്ടേറെ മാനസിക സമ്മർദ്ദങ്ങൾ, തൊഴിൽപരമായ സമ്മർദ്ദം, ജോലിഭാരം വർദ്ധിക്കുക, നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അശ്രദ്ധയും ആലോചനക്കുറവും നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായാൽ വളരെ ബുദ്ധിമുട്ടാകും. ചില സന്ദർഭത്തിൽ നിങ്ങളുടെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ അനുഭവപ്പെടാം. അതുകൊണ്ട് വളരെ ആലോചിച്ച് മുമ്പോട്ട് പോകണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ സൂക്ഷ്മത ആവശ്യമാണ്. സ്വന്തമായി വിവിധ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വളരെ ജാഗ്രത പാലിക്കണം. പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി എല്ലാ വശങ്ങളും ചിന്തിച്ചു മുമ്പോട്ട് പോകണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് പോകാതെ ശ്രദ്ധാപൂർവം അതിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം. യാത്രാക്ലേശം, അലച്ചിൽ, മനപ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ 7.5 ശനിയുടേതായ ദോഷത്തിൽ നിൽക്കുന്ന നിങ്ങൾ വളരെ ഫലപ്രദമായി
ഒരു മഹാസഞ്ജീവനി പൂജ വിധിപ്രകാരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രയോജനം അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതോടൊപ്പം വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ ജാതക പരിശോധന ചെയ്ത് ഇപ്പോഴത്തെ ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ ചെയ്യുന്നത് എല്ലാ ദോഷങ്ങളും മാറി അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വളരെ സഹായകരമാണ്. കാർത്തിക നാളിൻ്റെ ഒടുവിലുള്ള 45 നാഴിക അഥവാ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം നാളിൻ്റെ ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാരുടെ കാര്യം ആലോചിക്കുമ്പോൾ 3-ൽ വ്യാഴം, 4-ൽ കേതു, 10-ൽ രാഹു, 11-ൽ ശനി. ഇങ്ങനെയാണ് പുതുവർഷ ആരംഭത്തിലെ പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി. ഈ വ്യാഴം 3-ൽ വരുന്നത് പൊതുവെ അത്ര നല്ലതല്ല. എന്നാൽ ഇവിടെ വ്യാഴം ഉച്ചരാശിയിലായതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല. 3-ലെ വ്യാഴത്തിൻ്റെതായ തീവ്ര ദോഷങ്ങൾക്ക് കുറേയൊക്കെ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ 4-ലെ കേതുവും 10-ലെ രാഹുവും ഒട്ടും നല്ലതല്ല. ശനി 11-ൽ നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. കർമ്മരംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. സാമ്പത്തിക പുരോഗതി വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരവും നിങ്ങൾക്ക് ഉണ്ടാകും. പല വിധത്തിലുള്ള ഗുണകരമായ അനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അനുകൂലങ്ങളായ നല്ല മാറ്റങ്ങൾ ആരംഭിക്കുന്നതാണ്. ജീവിതത്തിൽ സാഹചര്യങ്ങളെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന കർമ്മ മേഖലയിൽ നല്ല വിജയം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ആഗ്രഹിക്കുന്നത് പോലെ വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും നടക്കും. വിവിധ മേഖലകളിൽ IT ബിസിനസ് രംഗങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല ഗുണങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വരുമാന വർധനവിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ ഇടയുണ്ട്. പല രീതിയിലുള്ള അനുഭവ ഗുണങ്ങളും വന്നേക്കാം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക്കൂറുകാർക്കും പല രീതിയിൽ അനുഭവ ഗുണങ്ങൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കുക, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം കിട്ടുക, എല്ലാ കാര്യങ്ങളിലും കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ, ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവാൻ പോവുകയാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ പുതുവർഷ ആരംഭത്തിൽ അത് തുടങ്ങി വെക്കാൻ കഴിയും. വൈകാതെ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വീടും സ്ഥലവും വാങ്ങാനുള്ള അവസരവും കൈവരുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക്കൂറുകാർ സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കും. പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. നൂതന സംരംഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ടാകും. ചെയ്യുന്ന ബിസിനസ് മേഖലകൾ ശരിക്കു പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ മേഖലയിൽ ഇറങ്ങിയാൽ നല്ല സാമ്പത്തിക പുരോഗതിയാണ് നിങ്ങൾക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. കായിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെ ഗുണങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കലാരംഗത്തായാലും കായിക രംഗത്തായാലും നേടിയെടുക്കാൻ സാധിക്കുന്ന വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവ ഗുണങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. കുടുംബപരമായ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ്. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുക. ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകളും അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ
വളരെ ശാന്തമായ രീതിയിൽ, സാധാരണമായ രീതിയിൽ അതെല്ലാം സംസാരിച്ച് ശാന്തതയിലോട്ട് വരികയും നല്ല രീതിയിൽ കുടുംബ പശ്ചാത്തലം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹ ആലോചനകൾക്ക് പരിശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് നടക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല വിവാഹബന്ധം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് ഉടനെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും. വസ്തു ക്രയവിക്രയത്തിലൂടെ കൂടുതൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള അവസ്ഥയും നിങ്ങൾക്ക് കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തീർത്ഥാടന യോഗമുണ്ട്. ചിലർക്ക് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലുമൊക്കെ യാത്രായോഗവും കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ പരിശ്രമിച്ച് മുമ്പോട്ട് പോയാൽ വളരെ അധികം പ്രയോജനം ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സമഗ്രവും സമ്പൂർണവുമായ ഒരു അഭിവൃദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി മഹത്തായ സത്യനാരായണ കലശം എന്ന അനുഷ്ഠാനം നടത്തുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. അതോടൊപ്പം വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായി രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതും ഗുണകരമാണ്. മിഥുനക്കൂറാണ് അടുത്തത്. മകയിരം നാളിൻ്റെ ഒടുവിലുള്ള പകുതി, തിരുവാതിര, പുണർതം നാളിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, ഇത്രയും ചേർന്നതാണ് മിഥുനക്കൂറുകാർ. ഇപ്പോഴുള്ള തൽക്കാല ഗോചരസ്ഥിതി ഒന്ന് നോക്കിയാൽ 2-ൽ വ്യാഴം, 3-ൽ കേതു, 9-ൽ രാഹു, 10-ൽ ശനി. ഇങ്ങനെയാണ് പ്രധാന ഗ്രഹങ്ങളുടെ അവസ്ഥ. 2-ലെ വ്യാഴം വളരെ നല്ലതാണ്. കൂടാതെ ഉച്ചരാശിയായ കർക്കടകത്തിലുമാണ്. 3-ൽ നിൽക്കുന്ന ശനിയും ഗുണം തന്നെയാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. 9-ൽ വരുന്ന രാഹുവും 10-ലെ ശനിയുമാണ് ഇവിടെ ദോഷം ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. തൊഴിൽപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാകാം. കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ്. അത് കണ്ടകശനിയാണ്. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ ഉണ്ടായി അത് വർദ്ധിച്ച് സ്തംഭനാവസ്ഥ വരെ ഉണ്ടാകാം. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യണം. വളരെ നയപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ച് നീണ്ടുപോകാൻ ഇടയുണ്ട്. വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. കാരണം ഈ 10-ലെ ശനി നിങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ നിങ്ങൾക്ക് അശ്രദ്ധയും ആലോചനക്കുറവും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ ജോലിയിൽ പോരായ്മകളോ പാളിച്ചകളോ ഉണ്ടാകാം. അത് നിങ്ങൾക്ക് ഒട്ടേറെ ദോഷങ്ങൾക്ക് കാരണമാകാം. കർമ്മരംഗത്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും അന്യരാജ്യങ്ങളിൽ ഒട്ടും നല്ലതല്ല. നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. നിങ്ങൾ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണെങ്കിലും ഇതൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. 10-ലെ ശനി വളരെ ദോഷകരമാണ്. നിങ്ങളുടെ ബിസിനസ് വളരെ മന്ദഗതിയിലായി പോകാം. കച്ചവടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരാം. കച്ചവടത്തിൽ നിന്നുള്ള വരുമാനങ്ങൾ കുറഞ്ഞു വരുന്ന അവസ്ഥയുണ്ടാകാം. കച്ചവട രംഗത്ത് മന്ദഗതിയും തടസ്സങ്ങളും അനുഭവപ്പെടാം. വിചാരിച്ചിരിക്കാത്ത രീതിയിലുള്ള പല തടസ്സങ്ങളും നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട്. ശ്രദ്ധിച്ച് ആലോചിച്ച് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കണം. പരാജയങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാം. കർമ്മരംഗത്ത് ഒട്ടും ഗുണമില്ലാത്ത ചില മാറ്റങ്ങൾ അനുഭവപ്പെടാം. അതിൽ നിങ്ങളുടെ കർമ്മരംഗം മന്ദീഭവിച്ചു പോകാതെ നോക്കേണ്ടതാണ്. തൊഴിൽപരമായ പല സാഹചര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുണ്ട്.
ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകേണ്ട സമയമാണ്. ഔദ്യോഗിക സംവിധാനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും നല്ല ശ്രദ്ധ പാലിക്കണം. നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം നിങ്ങൾക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാമെന്നിരിക്കെ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യണം. പ്രധാനമായും നിർണായക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് ചെയ്യുക. ഇനി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബപരമായിട്ട് ചില അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഉണ്ടാകാം. വളരെ ശാന്തതയോടെയും ശ്രദ്ധയോടെയും കുടുംബകാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുകയാണ് വേണ്ടത്. സംഭാഷണത്തിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കണം. ആത്മനിയന്ത്രണം നന്നായി പാലിക്കേണ്ട സാഹചര്യമുണ്ട്. എല്ലാവരോടും വളരെ ശാന്തതയോടെയും സഹന സ്വഭാവത്തോടുകൂടിയും പെരുമാറേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. ജീവിതത്തിൽ ഇപ്രകാരമെല്ലാം ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോവുക. വേണ്ട കാര്യങ്ങളിൽ ഉത്തരവാദിത്വപൂർവം ശ്രദ്ധിച്ച് തീരുമാനങ്ങളെടുക്കുക. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും അവനവൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. ഇങ്ങനെയൊക്കെ കൂടുതലായ സൂക്ഷ്മതയും ജാഗ്രതയും കാണിച്ചു പോയാൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരമുണ്ടാകും. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ പ്രയോജനകരമാണ്. പുണർദം നാളിൻ്റെ അവസാന കാൽഭാഗം, പൂയം നാള്, ആയില്യം ഇവ ചേർന്നത് കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറുകാരുടെ ഇപ്പോഴുള്ള ഗ്രഹനില പരിശോധിക്കുമ്പോൾ ജന്മക്കൂറിൽ വ്യാഴം, 2-ൽ കേതു, 8-ൽ രാഹു, 9-ൽ ശനി. ഇങ്ങനെയാണ്. ജന്മരാശിയിലെ വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണ്. 2-ലെ കേതുവും 8-ലെ രാഹുവും ഒട്ടും തന്നെ നല്ലതല്ല. ശനി 9-ൽ നിൽക്കുന്നതും അത്ര ഗുണകരമല്ല. ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവായിട്ടുള്ള കാലഘട്ടം. നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വളരെ ശ്രദ്ധ വേണ്ടതായ സാഹചര്യമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാൻ ഇടയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയുണ്ട്. ഒരല്പം കാലതാമസം അനുഭവപ്പെടാം. നിങ്ങളുടെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമവും വിജയിച്ചേക്കാം. അതിനുവേണ്ടി ഒരല്പം പരിശ്രമം കൂടുതൽ നടത്തേണ്ടതായിട്ട് വന്നേക്കാം. ഇങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെയധികം സൂക്ഷ്മത പാലിക്കുക. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, IT രംഗത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, കോൺട്രാക്റ്റ് വർക്കുകൾ നടത്തുന്നവരുണ്ട്. എല്ലാവർക്കും വളരെ ശ്രദ്ധ ആവശ്യമാണ്. നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം ജോലിയിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകുന്ന കുറവുകൾ, നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കുന്ന വീഴ്ചകൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണമാകും. നിങ്ങളുടെ തൊഴിലിനെ തന്നെ ബാധിച്ചേക്കാം. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുകയാണ് വേണ്ടത്. പണം ചെലവ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക. പണം ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് കാര്യം നടത്തുമ്പോഴും ശ്രദ്ധ വേണം. ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായാലും, നിങ്ങൾ ഷെയർ പോലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായാലും, നിങ്ങൾ ഗൃഹനിർമ്മാണമോ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തുമ്പോഴായാലും, നിങ്ങൾ വാഹനം വാങ്ങുമ്പോഴായാലുമെല്ലാം ശ്രദ്ധാപൂർവം പണം വിനിയോഗിക്കേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. ഇല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ വരാം. സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനും കാര്യ പരാജയങ്ങൾ സംഭവിക്കാനുമുള്ള സാഹചര്യം ഉണ്ട്. വളരെ ശ്രദ്ധിച്ചു പഠിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിവിധ
മേഖലകളിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സൂക്ഷ്മത വേണം. കച്ചവട രംഗത്ത് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം, സാമ്പത്തിക തളർച്ച ഉണ്ടാകാം, നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ചെറുതാകുന്ന സാഹചര്യം വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാര ശൃംഖലയെ കൂടുതൽ വിപുലമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ബിസിനസ് വിജയമാകുന്നില്ല. അതുകൊണ്ട് വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മേഖലയിലും പ്രവർത്തനം ചെയ്യേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയം ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും നിങ്ങൾ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തന്നെ ചെയ്യണം. വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകാം. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. കാർഷിക രംഗത്തും മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കുറേ അധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കോൺട്രാക്റ്റ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നവർക്ക് കൂടുതൽ സൂക്ഷ്മത വേണം. ഇല്ലാത്ത പക്ഷം ധനനഷ്ടം വരാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഗ്രഹസ്ഥിതി വളരെ പ്രതികൂലമായിട്ട് കാണപ്പെടുന്നതായ ഒരു അവസ്ഥ ഉള്ളതിനാൽ തികഞ്ഞ വൈദിക സമ്പ്രദായത്തിൽ ഒരു മഹാനവഗ്രഹ ശാന്തി കലശം നടത്തുന്നത് വളരെ ഉത്തമമാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശി ചിന്തയിലൂടെ ഇപ്പോഴുള്ള ദശാകാലങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും കണ്ടെത്തി ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന 2.25 നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിലാണ് വരുന്നത്. ചിങ്ങക്കൂറുകാരുടെ ഇപ്പോഴുള്ള ഗ്രഹനില നോക്കാം. ജന്മക്കൂറിൽ കേതു, 7-ൽ രാഹു, 8-ൽ ശനി, 12-ൽ വ്യാഴം. പൊതുവെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. തൊഴിൽപരമായിട്ട് പല തടസ്സങ്ങളും ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കുറച്ചു കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ കർമ്മരംഗത്ത് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അത് എല്ലാം തന്നെ ഗുണകരമായി കൊള്ളണമെന്നില്ല. ശ്രദ്ധാപൂർവം സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് നല്ല സമയമല്ല. നിങ്ങളുടെ ഈ സ്വയം തൊഴിൽ മേഖലയെ ഫലപ്രദമായി നിലനിർത്തുന്നതിന് നല്ല പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട്. വേണ്ടത് ചെയ്യുക. നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരല്പം കൂടുതൽ കാത്തിരുന്നാൽ ജോലി നിങ്ങൾക്ക് കിട്ടും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കും. ഒരല്പം താമസമുണ്ടായേക്കും, എങ്കിലും അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യം വരാം. കൂടുതൽ മെച്ചപ്പെട്ട താമസ സൗകര്യം നിങ്ങൾക്ക് അവിടെ ലഭിക്കാം. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന പല സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയുണ്ട്. നിങ്ങളുടെ സ്വന്തമായി ചെയ്യുന്ന തൊഴിൽ മേഖലകളെ ഫലപ്രദമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം ആവശ്യമാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നഷ്ടങ്ങളോ പരാജയങ്ങളോ ഉണ്ടായേക്കാം. വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തന മേഖലയുടെ എല്ലാ വശങ്ങളും ശരിയായി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊള്ളുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും
വളരെ ജാഗ്രത വേണം. പ്രത്യേകിച്ച് പ്രധാന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതാണ്. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. കാർഷിക രംഗത്തും സ്വന്തമായി ചെയ്യുന്ന മറ്റ് വിവിധ മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ പുതുവർഷാരംഭത്തോടുകൂടി വന്നു ചേരുന്നത്. എല്ലാ വശങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പരിഗണിക്കുമ്പോൾ സമഗ്രമായ അഭിവൃദ്ധിയും ഉയർച്ചയും കൈവരിക്കുന്നതിന് വേണ്ടി സമ്പൂർണമായ ശാക്തേയ വൈദിക സമ്പ്രദായത്തിൽ ഒരു ജയദുർഗ പൂജ നടത്തുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അതോടൊപ്പം നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ ഒരു ഗ്രഹനില പരിശോധിച്ച് വ്യക്തിപരമായുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളും അനുസരിച്ച് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം ഉണ്ടാകുന്നതാണ്. കന്നിക്കൂറാണ് അടുത്തത്. ഉത്തരത്തിൽ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി ഇത്രയും ചേർന്ന കന്നിക്കൂറുകാർക്ക് പുതുവത്സരാരംഭത്തിൽ തൽക്കാല ഗ്രഹനില എങ്ങനെയുണ്ടെന്ന് നോക്കാം. കന്നിക്കൂറിനെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലാണ് രാഹു, 7-ൽ ശനി, 11-ൽ വ്യാഴം, 12-ൽ കേതു. ഇതിൽ 6-ലെ രാഹുവും 11-ലെ വ്യാഴവും നല്ലതാണ്. 12-ലെ കേതുവും 7-ലെ ശനിയും ഒട്ടും തന്നെ അനുകൂലമല്ല. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്ര ഫലം വരും. പുതിയ നേട്ടങ്ങൾ ഒട്ടേറെ കൈവരിക്കും. തീർത്ഥാടന യോഗം കാണുന്നുണ്ട്. ദേശാന്തര യാത്രകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രധാനപ്പെട്ട ഏറ്റവും മുഖ്യമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പുണ്യസങ്കേതങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള അപൂർവ അവസരം നിങ്ങൾക്ക് വന്നു ചേരും. ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന വഴിത്തിരിവിൻ്റെ ഘട്ടത്തിലെത്തി നിൽക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ജീവിതഗതി തന്നെ മാറിപ്പോകുന്നതിന് കാരണമാകുന്ന പ്രത്യേക സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്നതാണ്. മനസ്സിന് അത്യധികം ആനന്ദകരമായിട്ടുള്ള ജീവിത മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു ഘട്ടമാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. സാമ്പത്തികമായി വളരെ പുരോഗതി നേടും. ഉയർച്ചയും അഭിവൃദ്ധിയും കൈവരുന്നതാണ്. നിങ്ങൾ ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ സുപ്രധാന നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടാകും. വരുമാന വർധനവുണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കും. നൂതനമായ കർമ്മരംഗത്ത് പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടും. സാമ്പത്തികമായിട്ട് ഒരുപാട് പുരോഗതി കൈവരിക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും. പുതിയ വാസസ്ഥലം ലഭിക്കും. ജീവിത പുരോഗതി വർദ്ധിക്കുകയും ചെയ്യും. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. വിവാഹ ആലോചനകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകും. അധികം വൈകാതെ വിവാഹ സാധ്യത കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങൾ സഫലമാകാനുള്ള സാധ്യതയുമുണ്ട്. ജീവിതത്തിൽ അവിസ്മരണീയമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ വർഷാരംഭം വന്നു ചേരുന്നത്. ദീർഘകാലമായി മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതും സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകും. വസ്തുവാഹനാദികൾ പുതുതായിട്ട് വാങ്ങാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒട്ടേറെ
അമൂല്യമായ അറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന കാലഘട്ടവും കൂടി ആണ് ഇത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്യുക. തുലാക്കൂറ് ചിത്തിരയുടെ ഒടുവിലുള്ള പകുതി, ചോതി, വിശാഖം നാളിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിൽ രാഹു, 6-ൽ ശനി, 10-ൽ വ്യാഴം, 11-ൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില. ശനിയും കേതുവും അനുകൂലമാണ്, രാഹുവും വ്യാഴവും അനുകൂലമല്ല. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് തുലാം രാശിക്കാരുടെ ഇപ്പോഴുള്ള സമയം. പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വഴിത്തിരിവ് ഉണ്ടാകാനുള്ള ഒരു കാലഘട്ടമാണ് ഈ വരുന്ന പുതുവർഷാരംഭ കാലം. തൊഴിൽ രംഗത്ത് ദീർഘകാലമായി തുടർന്നു പോന്നിരുന്ന സാഹചര്യങ്ങൾ മാറി അപൂർവമായ ഗുണങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. സ്വന്തമായിട്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ മാറ്റം വലിയ ഗുണങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് നിങ്ങളുടേതായ വലിയ ഒരു അവസരം തുറന്നു കിട്ടുകയാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അപൂർവമായ നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാനുള്ള സന്ദർഭമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. സാമ്പത്തികമായി വലിയ വികസനം, പുരോഗതി, അഭിവൃദ്ധി ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരം നിങ്ങൾക്ക് വരികയും അതിലൂടെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവസരമുണ്ടാവുകയും ചെയ്യും. നല്ലൊരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരും. ആ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. ജീവിതത്തിൽ സുപ്രധാനമായ ടേണിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. സാമ്പത്തികമായി വലിയ ഉയർച്ചയും പുരോഗതിയും നിങ്ങൾക്ക് കിട്ടും. വലിയ ലാഭങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും നിങ്ങൾ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവ ഗുണങ്ങൾ വരാൻ ഈ അവസരത്തിൽ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം, അനുകൂലമായ സ്ഥലം മാറ്റം തുടങ്ങിയ ഒട്ടേറെ ഗുണകരമായ സാഹചര്യങ്ങൾ എത്തിച്ചേരും. ദീർഘകാലമായി കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള സമയവും കൂടിയാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങാനും ഒരേ നിലയിൽ പ്രവർത്തിച്ചു പൂർത്തിയാക്കാനും അവസരമുണ്ടാകും. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കും. നഗരമധ്യത്തിൽ ഫ്ലാറ്റുകളും മറ്റും നോക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ കഴിയും. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടാകും. കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, IT മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സ്വന്തമായി കോൺട്രാക്റ്റ് വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടും. സാമ്പത്തികമായി വളരെ നേട്ടങ്ങളുണ്ടാകും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയും ഉയർച്ചയും സ്ഥാനക്കയറ്റവും ലഭിക്കും. നിങ്ങൾക്ക് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ അവിടെ കിട്ടും. ഇനി വിവാഹാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും. പ്രണയ സാഫല്യം കൈവരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വലിയ വിജയം കിട്ടാവുന്ന ഒരു സമയമാണ്. നല്ല രീതിയിൽ പരിശ്രമിക്കുക. ഇപ്പോൾ വളരെ സൗഭാഗ്യപൂർണമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് അഷ്ടലക്ഷ്മി കലശ പൂജ ഒക്കെ നടത്തുന്നത് വളരെ അഭിവൃദ്ധികരമാണ്. വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുക. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട
ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോഴുള്ള തൽക്കാല ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ 4-ൽ രാഹു, 5-ൽ ശനി, 9-ൽ വ്യാഴം, 10-ൽ കേതു. ഇങ്ങനെയാണ്. 9-ലെ വ്യാഴം വളരെ അനുകൂലമാണ്. ശനിയും രാഹുകേതുക്കളും അത്ര നല്ല സ്ഥിതിയിലുമല്ല. 9-ാം ഭാവം ഭാഗ്യസ്ഥാനമായതുകൊണ്ട് 9-ാം ഭാവത്തിൽ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം ഒട്ടേറെ ഗുണങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് നൽകും. സാമ്പത്തികമായി നല്ല പുരോഗതിയിലേക്ക് വരും. വളരെയധികം സാമ്പത്തിക സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപൂർവമായ വളർച്ച കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ ധനസ്ഥിതി നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകും. കച്ചവടക്കാർക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് ശൃംഖല കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും. നിങ്ങൾ പുതിയ മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത ബിസിനസ് മേഖലയിൽ പ്രവേശിക്കുന്നതിലൂടെ കൂടുതൽ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. എല്ലാ രീതിയിലുമുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന കാലഘട്ടമാണ് വരുന്നത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി കിട്ടുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ അനുകൂല രീതിയിൽ തന്നെ ആയിരിക്കും. പുരോഗമനാത്മകമായി കുറേ ഗുണങ്ങൾ വന്നു ചേരും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ വരും. നിങ്ങളുടെ കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുരോഗതിയും വിജയവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് അവസ്ഥ ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. കൂടുതൽ വരുമാന വർധനവ് ഉണ്ടാകും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ വാസസ്ഥലം ലഭിക്കും. സൗകര്യങ്ങൾ ഉണ്ടാകും. വിവിധ മേഖലകളിലാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. കച്ചവട രംഗത്തുണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും ജോലി ചെയ്യുന്നവർ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, സ്വന്തം കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവർ, എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടാവുന്ന സമയമാണ്. ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഓർത്തിരിക്കണം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടേറെ ഗുണാനുഭവങ്ങളും അതിലൂടെ നേട്ടങ്ങളും ഉണ്ടാകും. കാർഷിക രംഗത്തുള്ളവർക്കും വിവിധ വ്യത്യസ്ത മേഖലകളിൽ പ്രയത്നം ചെയ്യുന്നവർക്കുമൊക്കെ ഗുണങ്ങളുണ്ടാകും. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനം ഉണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഉടനെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പരിഹാരം ചെയ്ത് മുമ്പോട്ട് പോവുക. മൂലം, പൂരാടം, ഉത്തരാടത്തിൽ കാൽ ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് തൽക്കാല ഗ്രഹനില പറയുമ്പോൾ ധനുക്കൂറിൻ്റെ 3-ലാണ് രാഹു, 4-ൽ ശനി, 8-ൽ വ്യാഴം, 9-ൽ കേതു. രാഹു 3-ൽ നിൽക്കുന്നത് ഗുണകരമാണ്. 4-ലെ ശനി കണ്ടകശനിയാണ്. 8-ലെ വ്യാഴം ഒട്ടും നല്ലതല്ല. കേതു 9-ൽ നിൽക്കുന്നതും വലിയ ഗുണമില്ല. വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകമായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ലെന്ന് പറയാം. പൊതുവെ അത്ര അനുകൂലമല്ല. ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാം. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും ഉണ്ടാകും. ശ്രദ്ധയോടുകൂടി അവ കൈകാര്യം ചെയ്യണം. തൊഴിൽപരമായ സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചു മുമ്പോട്ട് പോകണം. വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ സശ്രദ്ധം കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ കർമ്മരംഗത്ത് കുറവുകളും പോരായ്മകളും ഒഴിവാക്കാൻ ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കണം. തൊഴിൽപരമായ വീഴ്ചകൾ ഉണ്ടാകാതെ വളരെ കരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടിയേക്കും. ചിലർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ടും വരാം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ചെറിയ കാലതാമസമുണ്ടാകാം. എങ്കിലും ശ്രമം തുടരുക.
അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജോലിയിൽ കുറവുകളോ പോരായ്മകളോ വരാതെ നോക്കണം. തൊഴിൽപരമായ വീഴ്ചകൾ ഉണ്ടാകരുത്. അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടല്ലോ. കമ്പനിയിൽ ജോലി ചെയ്യുന്നവരും കോൺട്രാക്റ്റ് മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ വളരെ കരുതലോടുകൂടി എല്ലാം ചെയ്യേണ്ട സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഇല്ലെങ്കിൽ പോരായ്മകളും പരാജയങ്ങളുമൊക്കെ ഉണ്ടാകാം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധാപൂർവം ചെയ്യുക. കച്ചവടക്കാർക്കാണ് ഏറ്റവും ശ്രദ്ധ വേണ്ടത്. പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. ഇല്ലാത്ത പക്ഷം ധനനഷ്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷ്മത പാലിക്കുക. ബിസിനസ് കാര്യങ്ങൾ നന്നായി പഠിച്ച് ശ്രദ്ധിച്ചു ചെയ്യുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. വിവാഹ ആലോചനകൾക്ക് ഒരു മന്ദത അനുഭവപ്പെട്ടേക്കാം. ഉദ്ദേശിക്കുന്ന പോലെ വേഗം വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണമെന്നില്ല. ശ്രദ്ധാപൂർവം പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. പ്രണയബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടാം. അത് ശാന്തമായി പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലും ചില വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. കുടുംബ ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ അനുഭവപ്പെടാനിടയുള്ള സമയമായതിനാൽ വളരെ ശ്രദ്ധാപൂർവം ബന്ധങ്ങൾ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം കരുതലെടുക്കേണ്ടതാണ്. സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കണം. എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം ശീലിക്കണം. ശാന്തതയോടുകൂടിയുള്ള പെരുമാറ്റം തുടരണം. പണം മുടക്കി ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. നിങ്ങളൊരു ബിസിനസ്സിന് പണം മുടക്കിയാലും, നിങ്ങളൊരു കോഴ്സ് പഠിക്കുവാൻ പണം മുടക്കിയാലും, നിങ്ങൾ വിദേശ രാജ്യത്ത് പോകാൻ പണം മുടക്കിയാലും, ഷെയർ മാർക്കറ്റിൽ പണം മുടക്കിയാലുമെല്ലാം നന്നായി ശ്രദ്ധിച്ചു പഠിച്ച് ഈ വക കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാം. വളരെ സുപ്രധാന മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായി ജനനത്തീയതി സമയവും അനുസരിച്ച് സമഗ്രമായ രാശി തയ്യാറാക്കി സമ്പൂർണമായ രാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക. മകരക്കൂറാണ് അടുത്തത്. ഉത്തരാടം നാളിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം നാളിൻ്റെ ആദ്യ പകുതി ഭാഗം, ഇത്രയും ചേർന്ന മകരക്കൂറുകാർക്ക് 2-ലാണ് രാഹു, 3-ൽ ശനി, 7-ൽ വ്യാഴം, 8-ൽ കേതു. ഇങ്ങനെയാണ് ഗോചരസ്ഥിതി. ഈ 2-ലെ രാഹുവും 8-ലെ കേതുവും വളരെ മോശമാണ്. 3-ലെ ശനിയും 7-ലെ വ്യാഴവും വളരെ നല്ലതുമാണ്. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥ ഉണ്ടാകും. വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ധനസ്ഥിതി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള അവസ്ഥ നിങ്ങൾക്ക് വരും. വിജയങ്ങൾ നേടിയെടുക്കും. അപൂർവമായ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട്. പഠനപരമായ കാര്യങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ആ മാറ്റങ്ങൾ അധികവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. സാഹചര്യം ശ്രദ്ധിച്ചു പഠിച്ചു വേണ്ടത് ചെയ്യുക. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഒട്ടേറെ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. ഈ സ്വയം തൊഴിലുകാർക്ക് വളരെ വലിയ വിജയമുണ്ടാകും. നിങ്ങളുടെ തൊഴിൽ മേഖല വിപുലീകരിക്കാൻ സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും പുരോഗതിയും നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. 7-ലെ വ്യാഴം നിങ്ങൾക്ക് വലിയ ഉയർച്ചയ്ക്കും പുരോഗതിക്കും കാരണമാകും.
പുതിയ മേഖലയിൽ കച്ചവടം വ്യാപിപ്പിക്കാനുള്ള അവസരം വന്നു ചേരും. നിങ്ങളുടെ ബിസിനസ് ശൃംഖല കൂടുതൽ വിപുലീകരിക്കും. നിങ്ങൾക്ക് പുതിയ ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനും അവിടെ നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനുമെല്ലാം അവസരമുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, അനുകൂല സ്ഥലം മാറ്റം ഇതെല്ലാം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ അഭൂതപൂർവമായ നേട്ടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വിവാഹ ആലോചനയിൽ അധികം വൈകാതെ അത് നടക്കുന്നതായിട്ട് കാണുന്നു. പ്രണയ സാഫല്യം വന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. പ്രണയിക്കുന്ന കമിതാക്കൾക്കും ഇത് അനുകൂല സമയമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ സാഹചര്യങ്ങളുണ്ടാകും. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലും ഉയർച്ചയിലും കൂടുതൽ സന്തോഷം അനുഭവപ്പെടും. ജീവിതത്തിൽ സുപ്രധാന നേട്ടങ്ങൾ കൈവരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കും. പുതിയ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കത് സാധിക്കും. അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒട്ടേറെ ഗുണങ്ങളുണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കാം. വരുമാന വർധനവിന് സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന നല്ല വാസസ്ഥാനമുണ്ടാകാം. കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കാം. യുവാക്കളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടുകയും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യാവുന്ന നല്ല കാലഘട്ടമാണ്. സുപ്രധാനമായ വഴിത്തിരിവുകൾ, ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പൂർണമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് പരിഹരിച്ച് മുമ്പോട്ട് പോവുക. അവിട്ടം അവസാന പകുതി, ചതയം, പൂരട്ടാതി ആദ്യ മുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ജന്മക്കൂറിൽ രാഹു, 7-ൽ കേതു, 2-ൽ ശനി, 6-ൽ വ്യാഴം. ഇങ്ങനെയാണ് ഗ്രഹനില. ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. കർമ്മരംഗത്ത് കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നുള്ള സ്ഥിതിയിലുള്ളതാണ്. വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് പുരോഗതി പ്രാപിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകും. നിങ്ങൾ സാഹചര്യം പഠിച്ച് ശരിയായി വിനിയോഗിച്ചാൽ നല്ല പുരോഗതി നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കർമ്മ മേഖലയെപ്പറ്റി പൂർണ്ണമായ അറിവ് നേടിക്കൊണ്ട് ശരിയായി പരിശ്രമിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും, അഭിവൃദ്ധിയും കിട്ടും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ അത് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല ജോലി കിട്ടും. വിദേശ തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതും നടക്കും. നല്ല പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ കുറച്ചൊക്കെ അനുഭവപ്പെടും. അതിനെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നേടാനുള്ള അവസ്ഥയും ഉണ്ടാകുന്നതാണ്. കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അവസ്ഥ ഉണ്ടാകും. പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ചു നടത്തണം. ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ള കാലസ്ഥിതിയാണ് വരുന്നത്. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും കൈവരിക്കാനായിട്ട് കഴിയും. ശ്രദ്ധാപൂർവം അത് വിനിയോഗിക്കണം. വിവാഹാലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. പ്രണയബന്ധങ്ങൾ ഭംഗിയായി തുടർന്നു കൊണ്ടുപോകുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബപരമായി നിങ്ങൾക്ക് ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കണം. സംഭാഷണങ്ങളിൽ ആത്മനിയന്ത്രണം ശീലിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ്. ജാതകത്തിൽ നിങ്ങൾക്ക് ഉള്ള നല്ല ഗുണങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ
നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം, ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട്. ജീവിത പുരോഗതിയിൽ നിർണായകമായ ഒരു കാലഘട്ടമാണ് കാണുന്നത്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ വന്നു ചേരാം. കാർഷിക രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. വ്യത്യസ്തങ്ങളായ ഒട്ടനേകം മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ വരാം. ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെയും മാറ്റങ്ങളുടെയും കാലഘട്ടമാണ് ഈ വരുന്ന പുതുവർഷാരംഭകാലം. നിങ്ങളുടെ കുടുംബത്തിൽ വെച്ചാരാധനകളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥകളെല്ലാം പ്രത്യേകം നോക്കേണ്ടതാണ്. കുടുംബ ഭരദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. ഈ വരുന്ന സുപ്രധാനമായ മാറ്റങ്ങളുടേതായ കാലഘട്ടത്തിൽ സമഗ്രമായ ഒരു നവഗ്രഹ ശാന്തി നടത്തി മുമ്പോട്ട് പോകുന്നത് വളരെ പ്രയോജനം ചെയ്യും. സമ്പൂർണമായ വ്യക്തിപരമായ ജനന തീയതി അനുസരിച്ച്, സമയമനുസരിച്ച് രാശി ചിന്ത ചെയ്ത് ഉചിതമായ പരിഹാര വിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ കുംഭക്കൂറുകാരായ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള വിജയവും നേടിയെടുക്കാൻ അവസരമുണ്ടാകുന്നതാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇത്രയും ചേർന്ന മീനക്കൂറുകാരെ ഈ ഗോചരസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മശനിയാണ് 1, 5-ലാണ് വ്യാഴം, 6-ൽ കേതു, 12-ൽ രാഹു. ഇതിൽ 5-ൽ നിൽക്കുന്ന വ്യാഴവും 6-ലെ കേതുവും നല്ലതാണ്. ജന്മശനി വളരെ ദോഷകരമാണ്. 12-ലെ രാഹുവും ദോഷകരമാണ്. പൊതുവെ മീനം രാശിക്കാർക്ക് ഈ പുതുവർഷ ആരംഭകാലം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കും. തൊഴിൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. കർമ്മരംഗത്ത് ഒട്ടേറെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടാകും. സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുക. വിവിധ മേഖലകളിൽ സ്വന്തം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഗുണങ്ങൾ പലതും കൈവരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങൾ സാഹചര്യം ശരിയായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ പരിശ്രമിച്ച് മുമ്പോട്ട് പോയാൽ ഉയർച്ചയും പുരോഗതിയും നിങ്ങൾക്ക് ലഭിക്കാം. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഗൃഹനിർമ്മാണം മനസ്സിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് അധികം വൈകാതെ പൂർത്തീകരിക്കാൻ കഴിയും. വീടും സ്ഥലവും കൂടെ വാങ്ങാൻ ഉദ്ദേശിച്ചാൽ അതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ലാഭം, നേട്ടങ്ങൾ, ധനസമൃദ്ധി, ഇതിനൊക്കെയുള്ള അവസരം കൈവരുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. ബിസിനസ് സംബന്ധമായി ഒട്ടേറെ അനുഭവ ഗുണങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. ജീവിതത്തിൽ അപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയമാണ് ഇത്. കലാകായിക രംഗത്തുള്ളവർക്കും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭാവിയിലേക്കുള്ള ഒരു നാഴികക്കല്ലാണ് ഈ സമയം. കർഷകർക്ക് ഗുണങ്ങളുണ്ടാകും. സ്കൂൾ അധ്യാപകർക്കും അധ്യാപക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒട്ടേറെ ഗുണങ്ങളുണ്ടാകും. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് ഒട്ടേറെ ഗുണാനുഭവങ്ങളുണ്ടാകും. ആഗ്രഹിക്കുന്ന സ്ഥലമാറ്റം, സ്ഥാനക്കയറ്റം, ഇതിനൊക്കെ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായക മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിലെത്തും. വിവാഹ സാധ്യത കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളും സാഫല്യത്തിലെത്താൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ കുടുംബത്തിലും സന്തോഷകരമായ സാഹചര്യങ്ങളുണ്ടാകും. മക്കളുടെ ഉയർച്ചയിലും അഭിവൃദ്ധിയിലും സന്തോഷം അനുഭവപ്പെടും. സന്താനങ്ങളുടെ വിവാഹം തീരുമാനിക്കുന്നതാണ്. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകും.
ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ തീർത്ഥാടനം ചെയ്യുന്നതിനും ദേശാന്തരങ്ങളിലുള്ള പ്രശസ്തമായ പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇത്. വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഒട്ടേറെ ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും. കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കായാലും വിവിധ മേഖലകളിൽ കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നവർക്കായാലും IT ബിസിനസ് മേഖലകളിൽ മാർക്കറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കെല്ലാം പല രീതിയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. സമഗ്രവും സമ്പൂർണവുമായ നിങ്ങളുടെ വ്യക്തിപരമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോവുക. നന്ദി, നമസ്കാരം.